ജോർജ് കുര്യന് പിന്നാലെ കേരളത്തിനെതിരെ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയും ബജറ്റിലൊന്നും കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞ കേരളം നിലവിളിക്കുകയല്ല വേണ്ടത്, കിട്ടുന്ന ഫണ്ട് കൃത്യമായി ചെലവഴിക്കണം. കേരളം ബീഹാർ എന്ന് തരംതിരിച്ചു കണ്ടിട്ടില്ല എന്നും സുരേഷ് ഗോപി പ്രതികരിച്ചു. Nirmala Sitharaman has very loyally, very generously and benevolently presented for the first time in her long tenure of 8+ years the budget of the people of India. ഓരോ വകുപ്പിനും ഇന്നലെ തന്നെ എടുത്ത് പറഞ്ഞ് എനർജി സെക്ടർ, പവർ സെക്ടർ, urban സെക്ടർ, ഫാമിംഗ് സെക്ടർ, വാട്ടർ വകയിരുത്തലും വിലയിരുത്തലിലൂടെ വകയിരുത്തലും നൽകലും ഓരോ പ്രധാനപ്പെട്ട മേഖലയിലേക്കാണ്. ടൂറിസത്തിനും പറഞ്ഞു. ഇതൊരു സ്റ്റേറ്റ് സബ്ജക്റ്റ് ആയതുകൊണ്ട് തീർച്ചയായിട്ടും ആ ടൂറിസത്തിനൊരു കോർപ്പസ് ബഡ്ജറ്റിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ കേരളം നിലവിളിക്കുകയല്ല വേണ്ടത്, ആത്മാർത്ഥമായി കിട്ടുന്ന ഫണ്ട് വകമാറ്റി ചെലവാക്കി. ട്രൈബലിന്റെ കാര്യം ഇവിടെ ശ്രീ ടോം വടക്കൻ പറഞ്ഞു. 2019 മുതൽ കൺസൾട്ടേറ്റീവ് കമ്മിറ്റിയിൽ, ട്രൈബൽ കൺസൾട്ടേറ്റീവ് കമ്മിറ്റിയിൽ യുദ്ധം ചെയ്യുന്ന ആളാണ് ഞാൻ. നോബൽ മാരിക്കാരൻ വിവരങ്ങളുമായി. നോബൽ, ഇപ്പോൾ മന്ത്രി ജോർജ് കുര്യന് പിന്നാലെ സുരേഷ് ഗോപിയും കേരളത്തെ പഴിച്ചുകൊണ്ടുള്ള പ്രതികരണമാണ് നടത്തിയിരിക്കുന്നത്. കേരളം നിലവിളിക്കുകയല്ല വേണ്ടത് എന്ന് പറയുമ്പോൾ കേരളം നിലവിളിക്കുകയല്ല, കൃത്യമായി ആവശ്യങ്ങൾ എഴുതി നൽകുകയാണ് ചെയ്തിരുന്നത്. അതിന്മേൽ ഒരു നടപടിയും ഉണ്ടായിട്ടില്ല. ഇത് ആദ്യത്തെ അനുഭവമല്ല. അപ്പോൾ കേരളത്തിന്റെ ഒരു സാഹചര്യം, കേരളത്തിന്റെ വികാരം പരിഗണിക്കാതെയുള്ള ഒരു രാഷ്ട്രീയ പ്രതികരണമാണോ ഇപ്പോൾ സുരേഷ് ഗോപി നടത്തിയിരിക്കുന്നത്? സ്മൃതി, അങ്ങനെ തന്നെ വേണം വിലയിരുത്താൻ. ഇതിൽ അദ്ദേഹം ബജറ്റുമായി ബന്ധപ്പെട്ട് വ്യക്തമാക്കിയത് ബജറ്റിലെ ഓരോ മേഖലയ്ക്കും തിരിച്ചാണ് പണം നൽകിയിരിക്കുന്നത്, ഓരോ വകുപ്പിനും തിരിച്ചാണ് പണം നൽകിയിരിക്കുന്നത്. കേരളം ഇക്കാര്യത്തിൽ ഇതുമായി ബന്ധപ്പെട്ട് നിലവിളിക്കുകയല്ല വേണ്ടത്, കിട്ടുന്ന ഫണ്ട് കൃത്യമായി തന്നെ ചെലവഴിക്കുകയാണ് വേണ്ടത് എന്ന് അദ്ദേഹം വ്യക്തമാക്കുന്നു. ട്രൈബൽ ഫണ്ട് അടക്കം പല ഘട്ടങ്ങളിലും വകമാറ്റി ചെലവഴിക്കിയത് അടക്കമുള്ള കാര്യങ്ങൾ പരാമർശിച്ചുകൊണ്ടാണ് ഇന്നിപ്പോൾ സുരേഷ് ഗോപിയുടെ ഭാഗത്ത് നിന്ന് ഇതിൽ പരാമർശം ഉണ്ടായിരിക്കുന്നത്. അതോടൊപ്പം തന്നെ മധ്യവർഗം കൂടുതൽ എവിടെയെന്ന് പരിശോധിച്ചോളൂ. ഒപ്പം ഈ നികുതി അടക്കമുള്ള വിഷയങ്ങളിൽ മധ്യവർഗത്തിന് ആവശ്യമായ നടപടികളാണ് ഇന്നിപ്പോൾ ബജറ്റിൽ ഉണ്ടായിരിക്കുന്നത് എന്നടക്കമുള്ള കാര്യങ്ങൾ അദ്ദേഹത്തിന്റെ പ്രസ്താവനയിൽ അദ്ദേഹം നടത്തി. അതോടൊപ്പം തന്നെ ഈ ബജറ്റുമായി ബന്ധപ്പെട്ടുകൊണ്ട് അദ്ദേഹം ഇന്നിപ്പോൾ BJPയുടെ ഒരു തെരഞ്ഞെടുപ്പ് പരിപാടിയിൽ പങ്കെടുക്കുമ്പോഴാണ് ഈ പ്രസ്താവന നടത്തിയത്. അതിനുശേഷം ഇറങ്ങി വന്നപ്പോൾ ഈ ബജറ്റുമായി ബന്ധപ്പെട്ടുകൊണ്ട് കേരളത്തോട് അവഗണന കാണിച്ചു എന്ന് ചോദിച്ചപ്പോൾ ഇത്തരത്തിലുള്ള പ്രചരണങ്ങൾ നിങ്ങൾ നടത്തിക്കോളൂ എന്നാണ് മന്ത്രി വ്യക്തമാക്കിയത്. അതോടൊപ്പം ജോർജ് കുര്യൻ കഴിഞ്ഞ ദിവസം നടത്തിയ പ്രസ്താവനയെക്കുറിച്ച് ചോദിച്ചപ്പോൾ മറ്റുള്ളവരുടെ കാര്യം തന്നോട് ചോദിക്കരുത് എന്ന് അദ്ദേഹം ക്ഷുഭിതനാവുകയും ചെയ്തു. എന്താണെങ്കിലും കേരളത്തിന് ബജറ്റിൽ അവഗണന ഉണ്ടായി എന്ന കാര്യത്തിൽ അദ്ദേഹം വ്യക്തമാക്കുന്നത് അത്തരത്തിലുള്ള അവഗണന ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. എന്താണെങ്കിലും വകുപ്പുകൾക്കും അതോടൊപ്പം തന്നെ ഓരോ വിഭാഗങ്ങൾക്ക് തിരിച്ചാണ് ഈ ബജറ്റിൽ തുക നൽകിയിരിക്കുന്നത് എന്ന പ്രസ്താവനയാണ് ഇപ്പോൾ മന്ത്രിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഈ പ്രധാനപ്പെട്ട, അതായത് ഇപ്പോൾ ഈ നേരത്തെ കഴിഞ്ഞ പാർലമെന്റ് സമ്മേളനത്തിൽ ജോൺ ബ്രിട്ടാസ് MP അദ്ദേഹത്തിനെ പരാമർശിച്ചുകൊണ്ട് രാജ്യസഭയിൽ നടത്തിയ പ്രസംഗം അടക്കമുള്ള കാര്യങ്ങളിലും അദ്ദേഹം ഇന്നിപ്പോൾ വിയോജിപ്പ് രേഖപ്പെടുത്തിക്കൊണ്ട് രംഗത്ത് വരികയും ചെയ്തിട്ടുണ്ട്. ടൂറിസത്തിന് നിരവധി പദ്ധതികൾ കേരളത്തിൽ നൽകിയിട്ടുണ്ട്, സാംസ്കാരിക രംഗത്തിന് വേണ്ടി താൻ ശബ്ദമുയർത്തുന്നുണ്ട് എന്നടക്കമുള്ള കാര്യങ്ങൾ അദ്ദേഹം വ്യക്തമാക്കുന്നു. ഒരു ട്രൈബൽ മന്ത്രിയാവുക എന്നാണ് തന്റെ ആഗ്രഹം എന്നും സുരേഷ് ഗോപി ഇന്നിപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. അതായത് കേന്ദ്ര ബജറ്റുമായി ബന്ധപ്പെട്ടുകൊണ്ട് കേരളത്തിന് അവഗണന ഉണ്ടായിട്ടില്ല, കിട്ടിയ ഫണ്ട് കൃത്യമായി തന്നെ കേരളം ചെലവഴിക്കുകയാണ് വേണ്ടത്, അല്ലാതെ ഇതിൽ നിലവിളിച്ചതുകൊണ്ട് കാര്യമില്ല എന്നാണ് ഇപ്പോൾ കേന്ദ്രമന്ത്രി തന്നെ ഇവിടെ വ്യക്തമാക്കിയിരിക്കുന്നത്. സ്മൃതി, നോബൽ മാരിക്കാരൻ വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നു. സുരേഷ് ഗോപി ഇത് എവിടെ നടത്തിയ പ്രസംഗമാണ് നോബൽ? ഇതിപ്പോൾ കേരളം നേരത്തെ തന്നെ ജോർജ് കുര്യന്റെ പ്രതികരണവുമായി ബന്ധപ്പെട്ട വലിയ പ്രതിഷേധം ഉയർത്തിയ കാര്യം കൂടി സുരേഷ് ഗോപിക്ക് അറിയാവുന്നതാണല്ലോ. അതിൽ സംസ്ഥാന BJP നേതൃത്വം എങ്ങനെ പ്രതികരിക്കണമെന്നറിയാതെ ബുദ്ധിമുട്ടുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. അതിനിടയ്ക്കാണ് നിലവിളിക്കുകയല്ല വേണ്ടത് എന്ന പ്രതികരണം നടത്തുന്നത്. കിട്ടുന്ന ഫണ്ട് കൃത്യമായി ചെലവഴിക്കണം എന്ന് പറയുമ്പോൾ ആവശ്യത്തിനുള്ളത് കിട്ടുന്നില്ല എന്നുള്ളതാണല്ലോ കേരളത്തിന്റെ പരാതി. അത് ഇപ്പോൾ ചൂരൽമല മുണ്ടക്കൈ ദുരന്തം മുതൽ കേരളത്തിലെ ഏറ്റവും വലിയ വികസന പദ്ധതിയായി വിഴിഞ്ഞമടക്കമുള്ള കാര്യങ്ങളിലുള്ള കാര്യമാണ്. തീർച്ചയായും ഈ ചൂരൽമഴ മുണ്ടക്കൈ ദുരന്തം അടക്കം അതോടൊപ്പം തന്നെ സാമ്പത്തിക മേഖലയ്ക്ക് ആവശ്യമുള്ള സഹായമടക്കം നിരവധി ആവശ്യങ്ങൾ കേന്ദ്രത്തിന് മുന്നിൽ കേരളം വെച്ചതിന് പിന്നാലെയും ഈ ബജറ്റിൽ അവഗണന ഉണ്ടായി എന്ന യാഥാർത്ഥ്യമാണ്. ചുമ്മാ പുലമ്പൽ നടത്തിയാൽ പോരാ, അതോടൊപ്പം തന്നെ കേരളം നിലവിളിക്കുകയല്ല വേണ്ടത് തുടങ്ങിയ പരാമർശങ്ങളാണ് ഇന്നിപ്പോൾ BJPയുടെ തെരഞ്ഞെടുപ്പ് പരിപാടിയിലാണ് അദ്ദേഹം സംസാരിച്ചത്. ഇവിടെ ദില്ലിയിൽ ഉത്തരഗുരുവായൂരപ്പ ക്ഷേത്രത്തോട് ചേർന്നുള്ള കാർത്യാനി ഓഡിറ്റോറിയത്തിൽ BJP പ്രവർത്തകരുടെ ഒരു യോഗം വിളിച്ചിരുന്നു. തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടാണ് ആ യോഗം വിളിച്ചത്. BJP പ്രവർത്തകരുടെ യോഗത്തിലാണ് എന്താണെങ്കിലും കേന്ദ്രമന്ത്രിയുടെ പ്രസ്താവനകൾ ഉണ്ടായിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം ജോർജ് കുര്യൻ നടത്തിയ പരാമർശം വലിയ തരത്തിൽ തന്നെ വിവാദം ആയിരിക്കുന്നതിനിടയിലാണ് ഇപ്പോൾ കേന്ദ്രമന്ത്രിയെ
സുരേഷ് ഗോപി കൂടി ഇതിൽ ഇത്തരത്തിൽ ബജറ്റുമായി ബന്ധപ്പെട്ടുകൊണ്ട് കേരളത്തിനെതിരെ എന്താണെങ്കിലും ഈ പരാമർശങ്ങൾ നടത്തിയിരിക്കുന്നത് ചുമ്മാ നിലവിളിക്കുകയല്ല വേണ്ടത്, അതോടൊപ്പം തന്നെ ചുമ്മാ പുലമ്പൽ നടത്തിയാൽ പോലെ തുടങ്ങിയ പരാമർശങ്ങൾ എന്താണെങ്കിലും കേന്ദ്രമന്ത്രിയുടെ ഭാഗത്ത് നിന്ന് ഈ പരിപാടിയിൽ ഉണ്ടായി എന്ന് എടുത്തു പറയേണ്ടതാണ്. കേരളം ബീഹാർ എന്നിങ്ങനെ തരംതിരിച്ചല്ല ഫണ്ട് ചെലവഴിച്ചിരിക്കുന്നത്, നൽകിയിരിക്കുന്നത് എന്നടക്കമുള്ള കാര്യങ്ങൾ വ്യക്തമാക്കുന്നു കേന്ദ്രമന്ത്രി. എന്താണെങ്കിലും കേരളത്തിനുള്ള അവഗണന തീർച്ചയായും സ്മൃതി സൂചിപ്പിച്ചതുപോലെ തന്നെ വയനാട് ദുരന്തം ഉണ്ടായതിന് പിന്നാലെ അതോടൊപ്പം തന്നെ ഈ പ്രധാനപ്പെട്ട ഈ സാമ്പത്തിക പ്രതിസന്ധി ഉൾപ്പെടെയുള്ള സംസ്ഥാനം വലിയ തുകകൾ പ്രത്യേകിച്ച് 14 ആവശ്യങ്ങൾ കേന്ദ്രത്തിന് മുന്നിൽ വെച്ചിരുന്നു. ഇതിൽ ഒരെണ്ണം പോലും പരിഗണിച്ചില്ല എന്ന സാഹചര്യം നിലനിൽക്കുകയാണ് മന്ത്രി ഇപ്പോൾ ഇത്തരത്തിലൊരു പ്രസ്താവന നടത്തിയിരിക്കുന്നത്. കേരളത്തോട് കേന്ദ്രം അവഗണന കാണിച്ചെന്ന വിമർശനം പ്രതിപക്ഷം തുടർച്ച ഉയർത്തുകയും ചെയ്യുന്ന പശ്ചാത്തലം കൂടിയുണ്ട്. അതിനിടയിലാണ് ഇപ്പോൾ എന്താണെങ്കിലും ഒരു വിവാദ പരാമർശം കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ ഭാഗത്തുനിന്ന് കൂടി ഉണ്ടായിരിക്കുന്നത്.